പെൻഡാസ് ലാൻസിലേറ്റ അതിമനോഹരമായ പൂക്കൾ കൊണ്ട് പ്രശസ്തമായ ഒരു അലങ്കാര ചെടി തന്നെയാണ് പെൻഡാസ് പ്ലാന്റ്. ഈജിപ്ഷ്യൻ സ്റ്റാർ ക്ലസ്റ്റർ എന്ന പേരിലും ഈ ഒരു പെൻഡാസ് പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. റൂബിയേസി ഫാമിലിയിൽപ്പെട്ട ആഫ്രിക്കൻ സ്വദേശിയായ ഈ ഒരു പ്ലാന്റിന്റെ ശാസ്ത്രനാമം വരുന്നത് പെൻഡാസ് ലാൻസിലേറ്റ എന്നാണ്. കോമൺ ആയിട്ട് ഇതിനെ പെൻഡാസ് എന്നും അതുപോലെ തന്നെ സ്റ്റാർ ഫ്ലവർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു വെൽവെറ്റ് സ്ട്രക്ചറോട് കൂടിയ ഡാർക്ക് ഗ്രീൻ ലീഫിൽ നല്ല പല നിറങ്ങളിലുള്ള പൂക്കളാണ് ഈ ഒരു പെൻഡാസ് ചെടിയുടെ പ്രത്യേകത തന്നെ. അതും ഒന്നും രണ്ടും നിറങ്ങളിലല്ല, ഒരുപാട് നിറങ്ങളിൽ പെൻഡാസ് ഫ്ലവറുകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. പൂക്കൾക്ക് നക്ഷത്രത്തിന്റെ ആകൃതി ആയതുകൊണ്ടാവാം സ്റ്റാർ ഫ്ലവർ എന്ന പേരും ഈ ഒരു പ്ലാന്റിന് ലഭിച്ചിരിക്കുന്നത്. പൂക്കൾ തേൻ നിറഞ്ഞതായതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈസിനും ബീസിനും എല്ലാം ഏറെ ആകർഷണമുള്ള ഒരു ഫ്ലവർ തന്നെയാണ് ഈ പെൻഡാസ് പ്ലാന്റിൻ്റെത്. വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാകുന്ന പെൻഡാസ് പ്ലാന്റ് ഈ ഒരു വേനൽക്കാലത്ത് നിറഞ്ഞ പൂക്കളായിരിക്കും. കുറ്റിച്ചെടിയായിട്ട് ഡോഫായിട്ട് നിന്നുകൊണ്ട് തന്നെ പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു അലങ്കാര ചെടിയായിട്ട് ബോർഡർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ പോട്ടുകളിലും എല്ലാം വളർത്താനായിട്ട് അനായാസം സാധിക്കുകയും ചെയ്യുന്നു. ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം ഈ ഒരു പെൻഡാസ് പ്ലാന്റിനെ വളർത്താനായിട്ട്. എങ്കിൽ മാത്രമാണ് ഇതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. മിതമായ ജലസേചനം, അതായത് നേരിയ തോതിലുള്ള നനവ് മതിയാകും. എല്ലാ ദിവസവും നനവ് വേണം, എങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടുകൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കുകയും ചെയ്യുക. പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ അല്പം ചകിരിച്ചോറോ അല്ലെങ്കിൽ ലീഫ് മോൾഡോ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ളൊരു പോട്ടി മിക്സ് ആവുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നം പരമാവധി ഒഴിവാക്കാനായിട്ട് സാധിക്കും. കട്ടിങ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സീഡ് ഉപയോഗിച്ചാണ് നഴ്സറികളിലേക്കൊക്കെ കൂടുതലായിട്ട് പ്ലാന്റ്സുകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വീടുകളിലാവുമ്പോൾ സീഡ് എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാം. ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും നമ്മൾ കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ബുഷിയായി നിന്നുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പല നിറങ്ങളിലുള്ള പൂക്കൾ വിടർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. ഈ സൈസിലുള്ള 4 പ്ലാന്റ്സുകൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ 399 രൂപയാണ് കേരളത്തിൽ എവിടെയായാലും വരുന്ന പ്രൈസ്. നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ അത് ഹോം ഡെലിവറി ആയിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയും അയച്ചു തരുന്നതാണ്. അങ്ങനെ ആവശ്യമുള്ളവർ അത് പ്രത്യേകം അഡ്രസ്സ് തരുന്ന സമയത്ത് പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ എൻ്റെ പഴയ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, വാട്സപ്പ് നമ്പറിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇതുപോലുള്ള ഓഫർ വീഡിയോസും പുതിയ കളക്ഷൻ്റെ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇതുപോലെ ഒരുപാട് കോംബോ ഓഫേഴ്സ് നമ്മളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം തന്നെ കണ്ട് പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കമേലിയയുടെ ഒക്കെ വലിയ പ്ലാന്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. അതുപോലെ അറേബ്യൻ ജാസ്മിൻ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഗാർഡനിങ്.